വിഷയവുമായി ബന്ധപ്പെട്ട് ആളിക്കത്തിക്കുന്നതാരാണ്, എന്തുകൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു വശത്ത് നേരത്തെ ഞാൻ ശ്രീ അബ്ദുൾ അബ്ബാസിനോട് പറഞ്ഞതുപോലെ അത് SDPI ആണെങ്കിലും വിസ്ഡം ആണെങ്കിലും ഇതെന്തിന് ഈ തീവ്ര ആശയങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു എന്ന് ചോദിക്കുന്ന പോലെ ഇപ്പുറത്തുമുണ്ടല്ലോ. ഇത് ഒരു കുട്ടി തട്ടമിട്ട് വരുന്നത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് വൽക്കരണത്തിന്റെ തുടക്കമാണ് എന്ന് ഉള്ള ഒരു ഭയം പ്രകടമാക്കുകയാണ് കാസയടക്കമുള്ളവർ. അങ്ങനെ ഒരു ഭയമുണ്ടാക്കി അവിടെ ഒരു വലിയൊരു അരക്ഷിതാവസ്ഥയുണ്ട് എന്ന് തോന്നിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ടോ ഇതിനകത്ത്? തീർച്ചയായിട്ടും അരക്ഷിതാവസ്ഥ ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയല്ല, അരക്ഷിതാവസ്ഥ ഉണ്ട്. കാരണം നിരോധിത ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ SDPI തങ്ങൾക്ക് വളരെ സ്വാധീനമുള്ള ഒരു പ്രദേശത്ത്, ഒപ്പം തന്നെ തങ്ങൾക്ക് രാഷ്ട്രീയപരമായി സപ്പോർട്ട് കിട്ടുന്ന എറണാകുളം പോലൊരു ജില്ലയിൽ അവർ മുമ്പ് ചില വിഷയങ്ങളിൽ, ഒരു റോഡ് സംബന്ധിച്ച വിഷയങ്ങളിൽ ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് ഈ കോൺവെന്റിന്, ആ കോൺവെന്റിലുള്ള കന്യാസ്ത്രീകൾക്ക്, അവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് കിട്ടുക എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്കൂളിനെ, സെന്റ് റീത്ത സ്കൂളിനെ ലക്ഷ്യം വെച്ച് അവിടെ അഡ്മിഷൻ, അവിടുത്തെ ബൈലോ പ്രകാരം അവിടുത്തെ സ്കൂളിന്റെ എല്ലാവിധ നിബന്ധനകളും പാലിച്ചുകൊള്ളാമെന്ന് ഡിക്ലറേഷൻ എഴുതി ഒപ്പിട്ട് കൊടുത്ത് അവിടെ അഡ്മിഷൻ നേടിയെടുത്ത് അതിനകത്ത് സ്വന്തം കുട്ടിയെ, തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെ കയറ്റിയ ശേഷം ബോധപൂർവം SDPI ഉണ്ടാക്കിയ ഒരു പ്രശ്നം തന്നെയാണ് ഈ വിഷയം. പക്ഷേ ആ പിതാവിനെ ബോധ്യമായി നിലവിലെ നിയമങ്ങൾ, ആ നിയമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് 2018 അതിനുശേഷം ഇപ്പോൾ ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത കേസിലും കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഒരിക്കലും തങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഹിജാബ് അവിടെ അനുവദിക്കാൻ ഇട്ടുകൊണ്ട് കയറാൻ ഒരു തരത്തിലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അവർ സ്കൂൾ പറയുന്ന രീതിയിൽ പോയിക്കൊള്ളാമെന്ന് സമ്മതിക്കുന്ന വേളയിൽ ശിവൻകുട്ടി സാർ, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിൽ അദ്ദേഹം ജയിച്ച നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ ഉണ്ടായ SDPIയുടെ പ്രഷർ കാരണം അദ്ദേഹം മലക്കം മറിയുകയും ഒരു വ്യക്തമായ ആ കാര്യത്തെക്കുറിച്ച് പഠിക്കാതെ ഈ ജില്ലയിൽ നിന്നും ഈ തരം ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം എടുത്തു ചാടി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമാണ് ഇന്നലെ തീരേണ്ടിയിരുന്ന വിഷയം വീണ്ടും ആളിക്കത്തിച്ച് ഇപ്പോൾ സ്കൂൾ അധികൃതരും മന്ത്രിയും തമ്മിൽ നേരിട്ടുള്ള ഒരു ഫൈറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ചെറിയ വിഷയമല്ല. ശിവൻകുട്ടി സാറ് നിയമപരമായി ഇച്ചിരി ബുദ്ധിമുട്ടുക തന്നെ ചെയ്യും. കാരണം ഇത് ഭരണഘടനാ ലംഘനവും നിയമപ്രശ്നവും തന്നെയാണ്. ഇത് ക്രിസ്ത്യൻ സംഘടനകൾ ഇത് എടുക്കാൻ കാരണമെന്ന് പറയുന്നത് ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ് എന്ന് CBSE പറഞ്ഞത് 100% സത്യമാണ്. അതിപ്പോൾ തെളിഞ്ഞില്ലേ? ശിവൻകുട്ടി അത് രേഖാമൂലം ഉത്തരവായി ഇറക്കണമെന്ന് SDPI ആവശ്യപ്പെടുന്നു. ഞങ്ങൾ ഇതുവരെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല, ഞങ്ങളുടെ ആരും ഇതിൽ പങ്കെടുത്തിട്ടില്ല, ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ പറയുന്നതെല്ലാം BJPയും RSSും കാസയും എല്ലാം ഉണ്ടാക്കി വെക്കുന്നതാണെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ശിവൻകുട്ടിയുടെ പ്രസ്താവന വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നു കേരളം മുഴുവൻ ബാധകമാകുന്ന രീതിയിൽ ഇത് ഉത്തരവായി ഇറക്കണമെന്ന്. അപ്പോൾ അതിന്റെ അർത്ഥം ഇതിവിടെ ടെസ്റ്റ് ദിവസം നടത്തി ഇത് വിജയിക്കുകയാണെങ്കിൽ ഇത് കേരളത്തിൽ ഉൾപ്പെടെ കൊണ്ടുപോവുക. അപ്പോൾ സമാധാനപരമായി നല്ല രീതിയിൽ നടന്നു വരുന്ന ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് SDPIയുടെ തീരുമാനം. അപ്പോൾ അതിനെ തടയേണ്ടത് ഈ പൊതുസമൂഹത്തിന് വേണ്ടി അതിൽ പഠിക്കുന്ന നാനാജാതി മതസ്ഥരായ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതിനെ തടയേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. അതിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, അപ്പോഴും ഈ ആശങ്ക, ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് വിലക്കിയിട്ടില്ല, ഈ കുട്ടിയെ പുറത്താക്കിയിട്ടില്ല, SDPI പറഞ്ഞ സർക്കുലർ സർക്കാർ അംഗീകരിച്ചിട്ടുമില്ല, അങ്ങനെ ഈ പുലി വരുന്നേ എന്ന് പറയുന്നത് പോലെയുള്ള വിഷയങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. സഹിഷ്ണുതയോടുകൂടി ഇത് മാഡം പറഞ്ഞോളൂ. അല്ല, ഒരു ദിവസം കൊണ്ട് ഇവിടുത്തെ DGP തന്നെ പറഞ്ഞതാണ് നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾ തന്നെയാണ് SDPIയിലുള്ളത്. അതിന്റെ അർത്ഥം ഇതും ഭീകര സംഘടന തന്നെയാണ്, തീവ്രവാദ സംഘടന തന്നെയാണ്. ആ തീവ്രവാദ സംഘടന ഒറ്റ ദിവസം കൊണ്ട് അവർ രംഗത്ത് വരുന്നു, ഇത് ഉത്തരവാക്കി ഇറക്കി ഇത് കേരളം മുഴുവൻ നടപ്പിലാക്കണമെന്ന്. അപ്പൊ പിന്നെ ഇതിന്റെ പുറകിൽ എന്താ ഉള്ളത്? ഇത് പുലിയൊന്നുമല്ല, പുലി വന്നു കഴിഞ്ഞു, അതിനെ നേരിടേണ്ടത് ആവശ്യമാണ്, അത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്, ഇവിടുത്തെ കുട്ടികളുടെ ഭാവിയുടെ ആവശ്യമാണ്. ഇവിടെ ഈ പറയുന്നല്ലോ, ഇപ്പൊ ചിലരൊക്കെ ചോദിക്കുന്നല്ലോ എന്തുകൊണ്ടാണ് ഈ സ്കൂളിൽ അനുവദിച്ചു കൊടുത്താൽ എന്താ കുഴപ്പമെന്ന്. ഈ ജമിയത്തുൽ ഉലമയുടെ ഉൾപ്പെടെയുള്ള ചില സ്കൂളുകളിൽ അവിടുത്തെ പെൺകുട്ടികളുടെ ചുരിദാറിന്റെ കൈ എന്ന് പറയുന്നത് ഇവിടെ വരെയാണ്.
അത് മുസ്ലിം കുട്ടികളുടെ മൊത്തം കൈ മറക്കണം എന്നുള്ള രീതി അവരുടെ കൈ ഇവിടെ വരെയാണ്. സാധാരണ ചുരിദാറിന് ഹാഫ് കൈയുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു അവിടെ പഠിക്കുന്ന ക്രിസ്ത്യൻ കുട്ടികളുണ്ട്, ഹിന്ദു കുട്ടികളുണ്ട്, +2 പഠിക്കുന്ന അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ഇത്തരം സ്കൂളുകളിൽ അവിടെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് ഹാഫ് കൈ മതി, ഞങ്ങൾക്ക് ഈ മുസ്ലിം കുട്ടികളെ പോലെ ഫുള്ള് ധരിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അത് ആ സ്കൂളിന്റെ, ആ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിന്റെ, ജമിയത്തുൽ ഉലമ പോലുള്ള മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളുടെ നിയമമാണ്. അവിടുത്തെ ഡ്രസ് കോഡാണത്. പെൺകുട്ടികളുടെ ചുരിദാറിന്റെ കൈ പഠിച്ചോ നിർത്തിയതാണല്ലോ ബസ്സിലെ. ശ്രീ കെവിൻ പീറ്റർ കേൾക്കാമോ? ഇല്ല. ഓക്കെ റൈറ്റ്. കോളേജുകൾക്ക് ഒരു നിയമമുണ്ട്, അതനുസരിക്കുന്നു. അപ്പൊ അതനുസരിച്ചുകൊണ്ട് ഇതെല്ലാം അനുസരിക്കാമെന്ന് ഇവർക്ക് വേണമെങ്കിൽ വേറെ സ്കൂളുകളിലേക്ക് പോകാമായിരുന്നല്ലോ. ഇപ്പോൾ SDPY എന്ന് പറയുന്ന നല്ലൊരു സ്കൂളിൽ നിന്നാണല്ലോ ഈ കുട്ടിയെ മാറ്റം മേടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിന്റെ പിന്നിലെ അജണ്ട എന്താണ്? ഒന്നെങ്കിൽ ഈ സ്കൂളിൽ കടന്നു കയറി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നല്ല ഒരു സ്കൂളിൽ നിന്നും ഈ കുട്ടിയെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നു. അല്ല എങ്കിൽ സമാന വിഷയം അവിടെ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥയായപ്പോൾ കുട്ടിയെ കൊണ്ട് TC മേടിച്ച് വരേണ്ടി വന്നു. ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണല്ലോ. രണ്ടിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ പിന്നെ ഈ സ്കൂൾ അധികൃതർ പറയുന്നത് അനുസരിച്ച് കൊള്ളാം എന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് സമ്മതിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴും ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ബലം പിടിക്കുന്നത് എന്തിനാണ്? തീർച്ചയായിട്ടും ഇവർ ഇത് സംബന്ധിച്ച് ഡിക്ലറേഷൻ എഴുതി ഒപ്പിട്ട് കൊടുത്ത് സ്കൂൾ ഡയറിയിൽ സ്കൂൾ യൂണിഫോമിന്റെ പാറ്റേൺ സഹിതം ഉണ്ടാവുമല്ലോ. അവരുടെ ഡ്രസ് കോഡിന്റെ ഏതൊക്കെ രീതിയിലാണെന്നുള്ള എല്ലാം ഉണ്ട്. ഇതെല്ലാം സംബന്ധിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്ത് തന്റെ കുട്ടി ഈ എല്ലാം നിയമങ്ങൾ അനുസരിച്ച് കൊള്ളാമെന്ന് പറഞ്ഞ് അഡ്മിഷൻ മേടിച്ച് അതിനകത്ത് കയറിയിട്ട് പിന്നെ പിറ്റേ ദിവസം തൊട്ട് തന്റെ മതാചാര പ്രകാരമുള്ള ഇത് ധരിക്കണമെന്ന് പറയേണ്ട ആവശ്യം എന്താണ്? അങ്ങനെയുണ്ടെങ്കിൽ ഇവർക്ക് വേറെ സ്കൂളിൽ പോയാൽ പോരെ. ഒരു ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ ഈ സ്കൂളിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? ഉദ്ദേശമില്ലായിരുന്നുണ്ടെങ്കിൽ എഴുതി ഒപ്പിട്ട് കൊടുത്ത് എല്ലാം സംബന്ധിച്ച് സ്കൂളിൽ അഡ്മിഷൻ നേടിയെടുത്തതിന് ശേഷം ഈ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ശ്രീ കെവിൻ പീറ്റർ, ആ വിഷയമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ഓരോ സമുദായത്തിലുള്ളവർ ആ സമുദായത്തിന്റെ മാനേജ്മെന്റിന്റെ സ്കൂളുകളിൽ പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നത്. മറ്റ് ഓരോ സമുദായത്തിന്റെ അല്ല, അങ്ങനെ പറയരുത്. മറ്റു സമുദായങ്ങൾ, ഹൈന്ദവ സമുദായാലും ക്രൈസ്തവ സമുദായാലും മുസ്ലിം കോളേജുകളിലോ സ്കൂളുകളിലോ പഠിക്കുകയാണെങ്കിൽ അവിടുത്തെ നിയമം എന്താണോ അത് അനുസരിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിന് കീഴിലുള്ള കോളേജുകളിലോ സ്കൂളുകളിലോ ക്രിസ്ത്യൻ കുട്ടികളോ ഹിന്ദു കുട്ടികളോ പ്രശ്നം ഉണ്ടാക്കിയതായിട്ട്, ഇത്തരം കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു വാർത്ത ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ക്ഷമാപൂർവ്വം ഞാൻ കേട്ടിരിക്കുകയല്ലേ ചെയ്തത്. താങ്കൾ സഹിക്കും. കുരിശുമാല ഇത് അകത്താണ് ഇട്ടിരിക്കുന്നത്. ആരും കയ്യിൽ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത്. ഞാൻ ആരെയും കാണിച്ചോണ്ടല്ല നടക്കുന്നത്. അതിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. നിങ്ങളെ പോലെയല്ല വരെ മതം കൊണ്ട് നടക്കുന്നതല്ല ക്രിസ്ത്യാനികൾ. മനസ്സിലായോ? ഇല്ലല്ലോ. താടിയിലും മുടിയിലും ഭക്ഷണത്തിലും ലിംഗത്തിലും എല്ലായിടത്തും മതം കൊണ്ട് നടക്കുന്നവരാണ്. പറയാൻ നിങ്ങൾ സമാധാനപ്പെടും. ഞാൻ പറയട്ടെ, നിങ്ങൾ സമാധാനപ്പെടും. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇവിടെ ചർച്ചയിൽ ജിഹാദ് നടത്തല്ലേ? ജിഹാദ് നടത്തല്ലേ? നിങ്ങൾ സമാധാനപ്പെടും. ഇല്ല, നിങ്ങളുടെ ആളുകൾ ഇതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇത് തന്നെയാണ് ഇരവാദം. നിങ്ങൾ കാണിക്കാവുന്ന പോക്കുകളെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്ന ഈ ഇരവാദം കാരണമാണ് നിങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ മുസ്ലിം മാനേജ്മെന്റ് അങ്ങനെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ധരിക്കരുതെന്നോ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീയായ ഒരു സ്ത്രീ അവരുടെ വസ്ത്രം ധരിക്കരുതെന്നോ അവരുടെ ശിരോവസ്ത്രം ധരിക്കരുതെന്നോ സിഖുകാർ അവരുടെ തലപ്പാവ് ധരിക്കരുത് എന്നോ കെവിൻ പീറ്റർ പറഞ്ഞു തീരട്ടെ. അദ്ദേഹത്തിന് ഇപ്പോഴല്ലേ സമയം.